ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. നേതാക്കളെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘുനാഥ്, ഒരുപാട് പേർക്ക് ഈ പോലീസിന്റെ അതിക്രമത്തിൽ പരിക്കേറ്റോ? എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ടൗൺ ഹാളിന്റെ ഭാഗത്തു നിന്നാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടലിനെതിരായിട്ടുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് കളക്ടറേറ്റിന് സമീപം വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ തിരിഞ്ഞുപോയില്ല. നമ്മൾ കണ്ടതാണ്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയതിനു ശേഷമാണ് സംസ്ഥാനത്താകമാനം യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ പ്രതിഷേധവും പ്രകടനങ്ങളും സംഘടിപ്പിക്കാൻ തുടങ്ങിയത് എന്ന് മാത്രവുമല്ല, ആ സംഭവത്തിന് ശേഷം, അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ യൂത്ത് കോൺഗ്രസുകാരെ വാഹനത്തിൽ നിന്ന്, പൈലറ്റ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നു മർദ്ദിച്ചതിനു ശേഷം പോലീസുകാരോടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമീപനത്തിലും വലിയ മാറ്റമുണ്ടായിരുന്നു. പോലീസുകാരെ പാടാ പോടാ എന്നുള്ള രീതിയിലാണ് പലയിടത്തും വടികൊണ്ടും കമ്പികൊണ്ടും കല്ലുകൊണ്ടുമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടത്. എല്ലാ സമരങ്ങളിലും പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അതിശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്തൊട്ടാകെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോഴും അതിശക്തമായ അല്ലെങ്കിൽ ഒരു അതിവൈകാരികമായ ഒരു പ്രകടനമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ. പ്രത്യേകിച്ച് ഈ പോലീസ്, അവരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ പോലീസ് CPM-ന്റെ ഗുണ്ടകളെ പോലെ പെരുമാറുകയും ഒരു ജാതിച്ചാതി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നിലയിൽ മുട്ടിന് താഴെയൊക്കെയാണ് അടിക്കുന്നത്. പക്ഷേ അതിദാരുണമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വനിതാ പ്രവർത്തകരെയും അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിനുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചിലൂടെ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അതിവൈകാരികമായ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു അതിവൈകാരികമായ ഒരു വികാരത്തിന്റെ പ്രകടനം പലപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിലാണ്. സംസ്ഥാനത്തൊട്ടാകെ കരിങ്കൊടി കാണിച്ചതിനുൾപ്പെടെ നിരവധി കേസുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അവരുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. അത്തരത്തിൽ ഇരട്ട നീതി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസുകാരുടെ ആരോപണം. അതുകൊണ്ട് അതിശക്തമായ ഒരു സമരമാണ് കളക്ടറേറ്റിന് മുമ്പിൽ നടന്നത്. ജലപീരങ്കി വെച്ച് പ്രവർത്തകരെ ചിതറി ഓടിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ ആ ജലപീരങ്കി വന്ന സമയത്ത് ചിതറി ഓടിയതല്ലാതെ തിരിച്ച് വീണ്ടും അതിശക്തമായി തന്നെ വരികയും പോലീസിനെതിരെ രൂക്ഷമായി മുദ്രാവാക്യം വിളിക്കുകയും പോലീസുമായി വാക്കേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ലാത്തിച്ചാർജ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ തന്നെ ആ പോലീസ് കണ്ണിൽ കണ്ടവരെ കിട്ടിയവരെയൊക്കെ കാര്യമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പലർക്കും തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.